ഇപ്പോൾ പ്രായമായവരടക്കം ഇവിടെ ഈ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് താമസം. അതെ അതെ. എന്നാ മോനെ, പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാം. ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം പോകാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ പെറുക്കി പള്ളിയിൽ വെച്ചോളാൻ അതിൻ്റെ സെക്രട്ടറി പറഞ്ഞു. അതിൻ്റെ ഇപ്പം സാധനങ്ങളൊക്കെ പെറുക്കി അതിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ട് വെച്ചിട്ട് കിടക്കണ എവിടെയെങ്കിലും കിടക്കും. ഞങ്ങൾ ആശുപത്രിയിലാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇന്നലെ രാത്രി 3 മണിക്ക് അഡ്മിറ്റ് ചെയ്തേക്കണം. എന്നെ എൻ്റെ ഭാര്യനും അവിടെ ഉണ്ട്. ഞാൻ മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നതാ. അപ്പം പറഞ്ഞു ഇവിടെ സാധനമൊക്കെ മാറ്റി എവിടെയെങ്കിലും കൊണ്ട് വെച്ചോളും, ഭദ്രമായിട്ട് പെട്ടെന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കണം. ഇപ്പം സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. ഉള്ളതാണ് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഈ 3 ദിവസത്തിൻ്റെ ഉള്ളു അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതൊക്കെ പോയി. ഞാൻ തന്നെ കളഞ്ഞതല്ല. കോണ്ടാക്ട് പണി ചെയ്തിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയതാ. കോടിക്കണക്കിന് പോയി, അതൊക്കെ പോയി. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിരുന്നു. ഒരു പണിയില്ലാത്തതിൻ്റെ ഒരു തൊഴിലൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഒരു ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കും ആൾക്കാർ. അവരെന്തെങ്കിലും 10-100 തരും ഒട്ടിന് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ അരിമേടിച്ചോണ്ട് വന്നു. അപ്പം അതും ഇല്ലാതായി. ഇനിയിപ്പം മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തണം അല്ലേ? കണ്ടെത്തണം. വാടക പോലും ചോദിച്ചിട്ട് കിട്ടാനില്ല. അതുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാം ഞാൻ വാടക കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ തരാൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യം എപ്പോഴും കിടക്കണ്ടേ, മനസ്സിലായി പോയില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. നിങ്ങളെപ്പോലുള്ള ഒരു സഹായിച്ചെങ്കിലേ ഇനി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവരെ എല്ലാവരും സഹായിക്കാൻ മുന്നോട്ട് വരണം. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ച് കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വീട് ഈ വീടിൻ്റെ പിന്നിലേക്കാണ് മണ്ണ് വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയാൽ പോലും, അല്ലെങ്കിൽ മഴ മാറിയാൽ പോലും ഈ വീടുകളിലൊന്നും താമസിക്കാൻ കഴിയില്ല. കാരണം മഴയില്ലാത്ത സമയത്താണ് ഈ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പ്രദേശത്ത് മണ്ണിടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഈ വീടുകളിൽ ഇനി തുടരാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പം പെരുവഴിയിലേക്ക് ഇറക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ്. അവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എല്ലാവരും ഈ മനുഷ്യരെ കരുതലോടെ ചേർത്ത് പിടിക്കണം. കാരണം അതുമാത്രമാണ് ഇനി മുന്നിലുള്ള ഇവരുടെ മാർഗം. ഈ ലക്ഷം വീട് കോളനിയാണ്. ലക്ഷം വീട് കോളനിയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയൊക്കെയാണ് ഈ ചെറിയ കൂരയൊക്കെ അല്പം മൂടി കൂട്ടി പണിതിരിക്കുന്നത്. അതുകൂടിയാണ് ഇല്ലാതായിരിക്കുന്നത്. ഒരു പ്രദേശത്ത് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കുടിയിറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം അത് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ഈ ആളുകളെ സഹായിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് സാധനങ്ങളും മറ്റും എടുത്ത് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം തീരില്ല. ഇനി ഇവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായവും കരുതലും ആവശ്യമാണ്.